LDFിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥികളായ ജോസ് കെ മാണിയും പി സുനീറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം എത്തിയാണ് ഇരുവരും പത്രിക നൽകിയത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഹാരിസ് ബീരാൻ ഇന്നലെ പത്രിക സമർപ്പിച്ചിരുന്നു. രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 3 ഒഴിവുകളാണുള്ളത്. മുന്നണി സ്ഥാനാർത്ഥികളായ 3 പേരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF സ്ഥാനാർത്ഥികളായ ജോസ് കെ മാണിയും പി സുനീറും ഇന്നാണ് പത്രിക നൽകിയത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മുന്നണിയിലെ മറ്റു നേതാക്കൾക്കുമൊപ്പം എത്തിയാണ് ഇരുവരും പത്രിക സമർപ്പിച്ചത്. ഇക്കാലം വളരെ സന്തോഷമുണ്ട്. ഈ തുടർന്നും രാജ്യസഭാ സീറ്റിലേക്ക് മത്സരിക്കുന്നു എന്നുള്ളതിൽ കേന്ദ്രത്തിൽ നമുക്ക് സംബന്ധിച്ചോളം വളരെയധികം കാര്യങ്ങൾ ഒരു പ്രാദേശിക പാർട്ടി എന്നതിനപ്പുറം ഇന്ന് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വളരെയധികം കാര്യങ്ങൾ ഇന്ന് കേന്ദ്രത്തിൽ ഇടപെടേണ്ടതുണ്ട്. നേരത്തെയുമുണ്ട്, വളരെ ശക്തമായിട്ട് ഇടപെടേണ്ടതുണ്ട്. കേരളത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഇടതുപക്ഷ എംപിമാരോടൊപ്പം ചേർന്നുകൊണ്ട് ശക്തമായ രീതിയിൽ ഇന്ത്യൻ പാർലമെന്റിൽ പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. UDF സ്ഥാനാർത്ഥി ഹാരിസ് ബീരാൻ ഇന്നലെ പത്രിക നൽകിയിരുന്നു. ജൂൺ 25-നാണ് വോട്ടെടുപ്പ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.